നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്നും പുറംതള്ളുന്നതിനെതിരെ, കോൺഗ്രസിൽ നിന്നും പാർശ്വവൽക്കരിച്ച് മാറ്റി നിർത്തുന്നതിനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. ശശി തരൂരിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കേരളത്തിൽ നടത്തരുതെന്നാണ് ലീഗിന്റെ സംസ്ഥാന നേതൃത്വം, പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള ലീഗിന്റെ സംസ്ഥാന നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ പോലൊരു നേതാവ് കേരളത്തിലെ കോൺഗ്രസിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിന്റെ പിന്തുണയെല്ലാം, അല്ലെങ്കിൽ വളരെ വിദ്യാഭ്യാസമുള്ള എലൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയും ചെറുപ്പക്കാരുടെ യുവാക്കളുടെ പിന്തുണയും നന്നായി അവകാശപ്പെടാൻ കഴിയുന്ന ശശി തരൂരിനെ കേരളത്തിൻ്റെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തുന്നത് ആത്മഹത്യാപരമാണെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയെയും അറിയിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആഗ്രഹം. മുസ്ലിം ലീഗ് നേതാക്കളെ പലതവണ സന്ദർശിച്ച, പലതവണ പാണക്കാടെത്തി അവരുമായി ചർച്ച നടത്തിയ ശശി തരൂരിന് ലീഗിന് വളരെയേറെ താല്പര്യമാണ്. മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പില്ലെന്നും പിണറായി വിജയനെ നേടാൻ പറ്റിയ നേതൃത്വം ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന് ഇല്ല എന്നുമാണ് മുസ്ലിം ലീഗിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് പിണറായിയെ നേരിടാൻ പറ്റിയ ഒരു മുഖം ഉള്ളത് ശശി തരൂരാണെന്നും അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും, അല്ലാതിരുന്നാൽ കേരളത്തിലെ കോൺഗ്രസ് വലിയ തിരിച്ചടിയെ നേടുമെന്നുമാണ് ഹൈക്കമാൻഡിനെ ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന് വി ഡി സതീശനോടോ രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനോടൊന്നും അത്ര വലിയ കാര്യമായ താല്പര്യമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം പിന്നെ കോൺഗ്രസിൽ മുസ്ലിം ലീഗിന് താല്പര്യമുള്ള ഏക നേതാവ് ശശി തരൂരാണെന്ന് അവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തരൂരിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത് വളരെ ഗുരുതരമായി UDF പ്രതീക്ഷകളെ ബാധിക്കുമെന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. ശശി തരൂർ കഴിഞ്ഞ മാസം മലപ്പുറത്തെത്തി ലീഗ് നേതാക്കളെയും പാണക്കാട് തങ്ങളെയും സന്ദർശിച്ചിരുന്നു. 2 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. ഇതെല്ലാം വെളിവാകുന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണ ശശി തരൂരിന് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഇക്കാര്യത്തിൽ വലിയ വിമ്പിഷ്ടവും കല്ലുകടിയുണ്ടെങ്കിലും ലീഗിനെ പരസ്യമായി എതിർത്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ ലീഗ് എത്ര വിലമതിച്ചാലും അതെല്ലാം കടിച്ചു പിടിച്ച് സഹിക്കുക മാത്രമേ ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നിലുള്ള വഴി. ഏതായാലും തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും, തരൂരിനെ മാറ്റി നിർത്തിയാൽ വലിയ വിഭാഗം ജനങ്ങളുടെ പിന്തുണ UDF കോൺഗ്രസിനും നഷ്ടപ്പെടുമെന്നും അതുവഴി കോൺഗ്രസിനും UDF ഭരണം ലഭിക്കാനുള്ള സാധ്യത നന്നേ കുറയുമെന്നുമാണ് ലീഗ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വത്തിന് ഒരു മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. കാരണം ശശി തരൂർ എവിടം വരെ പോകും അതുവരെ നോക്കാമെന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഏതായാലും മുസ്ലിം ലീഗിൻ്റെ ഈ കടുത്ത എതിർപ്പ്, ശശി തരൂരിനെ മാറ്റി നിർത്തുന്നതിൽ ലീഗിലുള്ള ഈ കടുത്ത എതിർപ്പ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ടെന്നാണ് പറയുന്നതെങ്കിലും ഇതുവരെ യാതൊരു ഉറപ്പും ഇക്കാര്യത്തിൽ ലീഗിന് കൊടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല.